നമസ്കാരം. അജ്മലിൻ്റെ theborderofamind.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ സംഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. അജ്മൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് ആണിത്. എഴുത്തിലൂടെ, കലയിലൂടെ, അങ്ങനെ പല രീതിയിൽ. അതെ, ഇന്ന് നമ്മൾ അജ്മലിന്റെ ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങൾ എന്ന ഒരു ബ്ലോഗ് പോസ്റ്റാണ് നോക്കുന്നത്. വളരെ ചെറിയ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണിത്. ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരാളുടെ ഷൂസ് നോക്കി അയാളെക്കുറിച്ച് പറയാം എന്നൊക്കെ. പക്ഷേ അജ്മൽ ഇവിടെ പറയുന്നത് ഷൂസിനേക്കാൾ പ്രധാനം നമ്മളതിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നതാണ്. കറക്റ്റ്. വെറുതെ വലിച്ചെറിയുന്നതും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം ജപ്പാനിലെ ഒരു രീതി പറയുന്നുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ഷൂസ് ഊരി വെക്കുന്നത്. അവിടെ ഈ ഷൂസൊക്കെ നല്ല അടുക്കും ചിട്ടയോടെയും ഒരേ ദിശയിലേക്കൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അതൊരു ശാന്തത, ഒരു ചിട്ട, അതിനെയാണ് കാണിക്കുന്നത്. അതേസമയം ചിതറിക്കിടക്കുന്ന ഷൂസ് അതൊരു അലങ്കോലപ്പെട്ട മനസ്സിനെയും ആ വീട്ടിലെ ഒരു താളം തെറ്റിയ ഒഴുക്കിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല, അതിനപ്പുറം എന്തോ ഒന്നുണ്ടല്ലേ? തീർച്ചയായും അതൊരു വെറും ഉപരിപ്ലവമായ കാര്യമല്ല. അജ്മൽ പഴയൊരു ചൊല്ല് ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങളുടെ സ്വന്തം കാൽക്കീഴിലുള്ളതിനെ ശ്രദ്ധയോടെ നോക്കുക എന്ന്. അത് കൊള്ളാം. അതായത് നമ്മുടെ തൊട്ടുമുന്നിലുള്ള ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ഇതൊരു അക്ഷരാർത്ഥത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഒരു തരം സ്വയം തിരിച്ചറിവിനുള്ള ഒരു രൂപകം കൂടിയാണെന്ന് പറയാം. നമ്മുടെ ഡെയിലി ലൈഫിലെ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഒരുപക്ഷേ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആ വലിയ ചിത്രം നമുക്ക് നഷ്ടമായേക്കാം. അതെ, ഈ തത്വത്തിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് വളരെ ചെറുതായി തുടങ്ങുന്നു എന്നതാണ്. വീട്ടിലെത്തി ഷൂസ് ഊരി മാറ്റുമ്പോൾ ആ ഒരു 3-4 സെക്കൻഡ്, ആ ഒരു നിമിഷമെടുത്ത് അതൊന്ന് വാതിലിനരികിൽ ഭംഗിയായി അടുക്കി വെക്കുക. ശരിക്കും അതൊരു ചെറിയ പ്രവൃത്തിയാണ്. പക്ഷേ അജ്മൽ പറയുന്നത് അതൊരു ചിട്ടയുടെ, ഒരു ശ്രദ്ധയുടെ വിത്ത് പാകുന്ന പോലെയാണെന്നാണ്. ആ ചെറിയ ശീലം കാലക്രമേണ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെയും കൂടുതൽ ശ്രദ്ധയോടെയും ചിട്ടയോടെയും സമീപിക്കാൻ സഹായിക്കുമെന്നാണോ? അതുതന്നെ. ആ ഒരു ചെറിയ നിമിഷത്തിലെ ശ്രദ്ധ, ആ കാൽക്കീഴിലുള്ളതിനെ ശ്രദ്ധിക്കുന്ന ശീലം, അത് പതിയെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വ്യാപിക്കും. ഒരുതരം അവബോധം, ഒരു മൈൻഡ്ഫുൾനെസ് എന്നു പറയാം. ഓരോ ചെറിയ ചുവടും അത് ബോധപൂർവം വെക്കുമ്പോൾ അത് നമ്മുടെ വലിയ യാത്രയെ സ്വാധീനിക്കുന്നു. ശരിയാണ്. ഉദ്ദേശത്തോടെയുള്ള ഓരോ ചെറിയ പ്രവൃത്തിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ ഇതൊക്കെ അങ്ങ് മറന്നുപോകും, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അജ്മൽ ഈ വിഷയത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കുന്നത്. ആ 3 സെക്കൻഡ് കണ്ടെത്തുക എന്നതിൽ തന്നെയാണ് കാര്യം. അതൊരു ശീലമാക്കിയെടുക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം വേണം. പക്ഷേ ആ ചെറിയ ശ്രമം മതി ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടാൻ. ഓരോ ദിവസവും ആവർത്തിക്കുന്ന ആ ചെറിയ പ്രവൃത്തി ശരിക്കും നമ്മുടെ ചിന്തകളെയും സമീപനങ്ങളെയും ഒക്കെ പതുക്കെ മാറ്റിയെടുക്കും. അപ്പോൾ അടുത്ത തവണ നമ്മൾ ഷൂസ് ഊരുമ്പോൾ ആ ഒരു നിമിഷം അതൊന്നോർത്ത് അടുക്കി വെക്കാൻ ശ്രമിക്കുന്നത് അജ്മൽ പറയുന്നത് പോലെ സ്വയം ഒന്ന് ശ്രദ്ധിക്കാനും കുറച്ചുകൂടി ചിട്ടയുള്ളൊരു ജീവിതത്തിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കാനുമുള്ള അവസരമായി കാണാം, അല്ലേ? തീർച്ചയായും. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ മറ്റ് എഴുത്തുകളും കലകളുമൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് theborderofamind.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പോഡ്കാസ്റ്റുകളും അവിടെയുണ്ട്. അജ്മലിന്റെ ചിന്തകളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര തുടരും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്കായി. നമ്മുടെ ശ്രദ്ധ പതിയുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മുടെ വലിയ ലോകത്തെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ.